ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ ചെറിയ കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗണ്ടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് അമ്മ എനിക്കായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ടും ആപ്പിളും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ആ ജ്യൂസും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ ഇന്നലെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മെഡിസിൻസ് ഒക്കെ എടുത്തു. പിന്നെ ആണെങ്കിൽ എനിക്ക് ഇളനീര് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിൽ വന്ന ശേഷം നല്ല ചൂടല്ലേ, ഇളനീര് കുടിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇന്നാണെങ്കിൽ കാലിക്കറ്റ് പോകണമെന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം റെഡിയായി നമ്മൾ ഇറങ്ങി. ഇതാ അപ്പോൾ കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ ഡോക്ടറെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി വേറെ 2-3 ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളീ പോകുന്നത്. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുന്നേ കാലിക്കറ്റ് വന്നപ്പോൾ സെയ്ത്തൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ആദ്യമായിട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടുത്തെ ആംബിയൻസും അവിടുന്ന് കഴിച്ചൊരു ഡെസേർട്ട് ഐറ്റം ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു നമുക്ക് അവിടെ തന്നെ പോകാമെന്നുള്ളത്. അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സ്പേഷ്യസ് ആണ്. ഒരുപാട് ഫാമിലി ആയിട്ട് ഡൈനിങ് ചെയ്യാനൊരു നല്ലൊരു പ്ലേസാണ് കേട്ടോ. ഫുഡിൻ്റെ ക്വാളിറ്റി ആണെങ്കിലൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചായ പറഞ്ഞു. എനിക്കെന്തോ ചായ കുടിക്കാൻ ഭയങ്കര കൊതി. അങ്ങനെ ചായ പറഞ്ഞു. പിന്നെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് 2-3 ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ആക്കി. ഇതൊന്നും ആയിരുന്നില്ല എനിക്ക് മെയിനായിട്ട് കഴിക്കേണ്ടിയിരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അർജു ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ബിരിയാണി ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ബിരിയാണി മോശമില്ല, കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഭയങ്കര അടിപൊളിയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഇവിടെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് കേക്ക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് ഇതെന്തായാലും ട്രൈ ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള ഗോകുലം മാളിലേക്കാണ് ഈ പോകുന്നത്. ഗോകുലത്ത് പോയിട്ട് എനിക്ക് കുറച്ച് ചെറിയ 2-3 ഷോപ്പിംഗ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് 2-3 ഔട്ട്ഫിറ്റൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗോകുലം മാളിൽ കയറി പാർക്ക് ചെയ്തിട്ട് നേരെ പോവാണ്. ഫസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. പക്ഷേ വെസ്റ്റ് സൈഡിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ അവിടെ നോക്കി, നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്കങ്ങോട്ട് സെറ്റാകുന്ന രീതിക്ക് ഉണ്ടായിരുന്നില്ല. കളക്ഷൻസ് കുറവായിരുന്നു, പൊതുവേ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വാങ്ങിച്ചില്ല. മോസ്റ്റ്ലി ഞാൻ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിക്കൽ. ആമസോണിൽ അങ്ങനെ ഓരോ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ പർച്ചേസ് ചെയ്യാറിൽ. നല്ല ഓഫറിലൊക്കെ കിട്ടൂലേ. അപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട 2 സാധനം വാങ്ങിച്ചിട്ട് നമ്മളിന്ന് വെറുതെ മാളിലൂടെ കുറേ കറങ്ങി നടന്നു. പിന്നെ നെസ്റ്റോയിൽ കയറാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാക്സിൽ കയറിയിട്ട് അവിടുന്ന് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ആലോചിച്ച് മാക്സിൽ കയറിയിട്ട് ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബാഗൊക്കെ ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. പിന്നെ 2-3 ഔട്ട്ഫിറ്റൊക്കെ വാങ്ങി. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നേരെ കല്യാണിലേക്കാണ്. കല്യാണിന്ന് ഒരു അമ്മയ്ക്ക് ഞാനൊരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നാട്ടിൽ വന്നാൽ എപ്പോഴും വീട്ടുകാർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കും. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ എടുത്തത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ കുറേ കാലം ഈ നൈറ്റി മാക്സി എന്താ പറയുക, ഞങ്ങൾ മാക്സി എന്ന് പറയുക. അപ്പോൾ അത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആ കാണിച്ചു തന്ന മാക്സി എടുത്തു. പിന്നെ ഒരു 1-1.5 മണിക്കൂർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഔട്ട്ഫിറ്റ് സെർച്ചിങ് ആയിരുന്നു. അമ്മയ്ക്കൊന്നും ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. അമ്മ നോക്കി അമ്മേൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനം എടുക്കും. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് കണ്ട് ഓക്കെ എനിക്കതങ്ങ് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാനങ്ങനെ അധികം ടൈമൊന്നും എടുക്കലില്ല. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മളവിടെ ഇങ്ങനെ കുറേ കറങ്ങി ഓരോന്നൊക്കെ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് അവിടുന്ന് ചില്ലിങ് ആയിരുന്നു. പുറത്താണെങ്കിൽ നല്ല ചൂടാണല്ലോ, വേറെ എവിടെയും ഇറങ്ങി പോകാനോ നമുക്കങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ. ഇങ്ങനെ മോളൊക്കെ ആണെങ്കിൽ ഇത് ഈ ചൂടിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇതാണ് എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മക്കളാണ്. പിന്നെ ഇത് എൻ്റെ അനിയത്തിയും. അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. മഴ നല്ലോണം മിസ്സായി. ഞാൻ വന്നപ്പോൾ വിഷുവിൻ്റെ അന്ന് എനിക്കൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് മഴ പെയ്തിട്ട് അതങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മൈജിയിലേക്ക്. അതൊരു അൺഎക്സ്പെക്റ്റഡ് പർച്ചേസാണ്. നമ്മളെ ഫാമിലിയിലേക്ക്
നമ്മൾ പുതിയൊരാളെയും കൂടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതാരാന്നുള്ളത് വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇനിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞാനൊരു ഇളനീര് കൂടെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 9:30 ഇറങ്ങിയതാണ്. ഇപ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു റോബോട്ടിനെ വാങ്ങിച്ചു ഗൈസ്, ചിട്ടി റോബോ. ഞങ്ങൾ ചിട്ടി എന്നതിന് പേരിട്ടു. നമ്മൾ ഇത് ക്ലീനിങ് പേർപ്പസിനായിട്ട് ഒബ്വിയസ്ലി അതിനായിരിക്കുമല്ലോ ഇത് വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ നൈക്കിന്ന് വാങ്ങിച്ച 2-3 സാധനങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഐബ്രോ പെൻസിലും പിന്നെ ഒരു പ്രൈമറുമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനി പോയിട്ട് നല്ലോണം സ്കിൻ കെയറും ചെയ്ത് കിടന്നുറങ്ങണം. അതാണ്, നല്ല ടയേർഡാണ് കേട്ടോ. എത്ര ടയേർഡാണെങ്കിലും സ്കിൻ കെയർ മുഖ്യം. ഇന്ന് ഫുൾ കറങ്ങി നടക്കലായതുകൊണ്ട് തന്നെ ഞാനിങ്ങനത്തെ ഒരു ഫോമിങ് ടൈപ്പ് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ഫേസ് വാഷാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തിക്കായിട്ടുള്ള എടുക്കലില്ല. വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ലൈറ്റായിട്ടുള്ള ഒരു ക്ലെൻസറൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ലിപ് ബാം ഞാൻ ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഹെയറിനായിട്ട് ഒരു ഹെയർ സിറം കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഫ്രിസി ആയിട്ട് കിടക്കും രാവിലെ ആകുമ്പോഴേക്ക്. അപ്പോൾ ഈ ഹെയർ സിറം വെച്ച് മുടിയൊന്ന് കെട്ടി വെച്ച് കിടന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.